ഈശോയിൽ സ്നേഹമുള്ളവരെ, മേരി എന്ന നാമത്തിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്. സെപ്റ്റംബർ 12 ഈ തിരുനാൾ വരുന്നത് എന്തുകൊണ്ടും അർത്ഥവത്താണ്. കാരണം പണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങനെ പേര് ഇടുന്ന മാമോദീസ കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ. ഇപ്പോഴൊക്കെയാണ് 3 മാസം അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനൊക്കെ നമ്മൾ മാമോദീസ കൊടുക്കുന്നത്. അപ്പം മേരിയുടെ ജനനം, മാതാവിൻ്റെ ജനനം 8-ാം തീയതി നമ്മൾ ആചരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിന് പേരിട്ടു, മേരി എന്ന പേരിട്ടു. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്ക് ഓർക്കാനും സുഖമാണ്. മാതാവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 12-ാം തീയതി മാതാവിൻ്റെ പേരിൻ്റെ തിരുനാൾ. മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. 1683 ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം ക്രൈസ്തവരെ ഇങ്ങനെ അടിച്ചമർത്തുന്ന, അവർക്കെതിരെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയപ്പോഴും അത് വിയന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അതിനെതിരെ മാതാവിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്കെതിരെ നമ്മൾ വിജയം വരിച്ചു, കത്തോലിക്കരെ വിജയം വരിച്ചു. അതിൻ്റെ ഓർമ്മ ദിവസമായിട്ടും ഇന്നസെൻ്റ് 11-ാമൻ പാപ്പ ആരംഭിച്ച തിരുനാളാണ് ഇത്. സെപ്റ്റംബർ 12 മേരി എന്ന നാമത്തിൻ്റെ തിരുനാൾ. വിജയം വരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച നാമമാണ് മേരി എന്ന നാമം. നമുക്ക് ഈ പേരിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പം മാർ എന്ന വാക്ക് അത് ഹീബ്രു പദമാണ്. അതിൻ്റെ അർത്ഥം കയ്പ് എന്നാണ്. കയ്പ് നമുക്കതറിയാം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ അതിന് മാറായിലെ ജലം എന്നാ പറയാം. മാറായിലെ ജലം. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്ത് അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അപ്പം ഈ ഒരു മാർ മേരി അങ്ങനെ ഒരു അർത്ഥമുണ്ട്. കയ്പ് എന്നൊരർത്ഥമുണ്ട്. അത് വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇതുപോലൊരു സൂചന ഉണ്ട്. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി. വെളിപാട് 10:10. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. നമ്മളിങ്ങനെ വചനം കേൾക്കാൻ എളുപ്പമാണ്, നല്ല സുഖമാണ് വചനം കേൾക്കാൻ. പക്ഷെ വചനം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാതാവ് മേരി എന്ന പേരിൻ്റെ ഒരു മൂലപദം കയ്പ് എന്നർത്ഥമുണ്ട്. അപ്പോൾ അതാണ്, ബുദ്ധിമുട്ടുള്ള വചനമാണ് സ്വീകരിക്കാൻ, അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും മാതാവ് ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ. വചനം അത് അത്ര എളുപ്പമല്ല, പക്ഷെ എന്നാലും മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ ആത്മീയമായിട്ടുള്ളൊരു അർത്ഥമുള്ളൊരു കാര്യമാണ്. ഇനി MIR അത് മിർ എന്ന വാക്ക് അതിനൊരു വിപ്ലവം എന്നുള്ളൊരർത്ഥമുണ്ട്. റിബല്ലിയോൺ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ നമ്മളിന്ന് പ്രതിവചന സങ്കീർത്തനം വായിച്ചു കേട്ടത് മാതാവിൻ്റെ സ്തോത്രഗീതമാണ്. മാതാവിൻ്റെ സ്തോത്രഗീതം യഥാർത്ഥത്തിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, ധനികർ വെറും കൈയോടെ പറഞ്ഞേക്കപ്പെട്ടു, അങ്ങനെയൊക്കെ പറയുന്ന വരികളുള്ളതാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. അതാണ് ഇങ്ങനെയൊക്കെ പറയുന്ന. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഇതൊക്കെ പറയുന്നത് വിപ്ലവാത്മകമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ MIR അത് മിർ എന്ന വാക്കിൻ്റെ അതിന് റിബല്ലിയോൺ, വിപ്ലവം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഇനി അത് ഈജിപ്ഷ്യൻ ലാംഗ്വേജിൽ അതിന് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നൊരർത്ഥം കൂടിയുണ്ട്. മാതാവ് യഥാർത്ഥത്തിൽ ഈശോയുടെ അമ്മയാകാൻ ആഗ്രഹിച്ച് ഒരുങ്ങിയവളാണ്. അപ്പം മേരി എന്ന പേര് അതിൻ്റെ റൂട്ട് പദത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഇനി മറ്റൊരർത്ഥം പ്രിയപ്പെട്ടവൾ എന്നൊരർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവൾ, സ്ത്രീകളിൽ അനുഗ്രഹീത, സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കും. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി, അനുഗ്രഹീത.
അപ്പം അങ്ങനെ പ്രിയപ്പെട്ടവൾ, ദൈവത്തിന് പ്രിയപ്പെട്ടവളായതുകൊണ്ടാണല്ലോ സ്വർഗം കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത്. അപ്പം പ്രിയപ്പെട്ടവൾ എന്ന്, പ്രിയപ്പെട്ടത് എന്നൊരർത്ഥമുണ്ട്. ഇനി നമുക്ക് മിറാക്കുലസ് എന്ന വാക്ക്, അതിലാദ്യത്തെ അക്ഷരം MIR അല്ലേ, MIR. അപ്പോൾ മിറാക്കുലസ്, നമുക്ക് ഈ ബസലിക്ക ദേവാലയത്തിൽ, പ്രധാന ബസലിക്ക ദേവാലയത്തിൽ മാതാവിൻ്റെ രൂപം അത് മിറാക്കുലസ് സ്റ്റാച്ചു, മിറാക്കുലസ് സ്റ്റാച്ചു. അതുകൊണ്ടാണ് ആ രൂപം അത് മാറ്റാതെ അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് പ്രധാന അൾത്താരയിൽ. ഇവിടെ പോർച്ചുഗീസുകാർ, നാവികർ, കപ്പലപകടം അതവിടെ മാതാകുളത്ത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, നമുക്കറിയാം. അങ്ങനെ അവർ രക്ഷിച്ചു, അങ്ങനെ അവർ നേർച്ച നേർന്നാണ്. ഈ അങ്ങനെ അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ കപ്പൽ അടുക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊരു പള്ളി പണിയും എന്ന്. അപ്പോൾ സമുദ്രതാരം എന്നൊരർത്ഥം കൂടിയുണ്ട്, സമുദ്രതാരം. സ്റ്റെല്ല മാരീസ്, അതിലെ മാരീസ്, സമുദ്രതാരം, മാരീസ് എന്ന വാക്യം അത് മേരി എന്ന പദത്തുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം മിറാക്കുലസ് സ്റ്റാച്ചു, ഈ അത്ഭുത രൂപമാണ് ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ തീർത്ഥാടനം ഇങ്ങനെ വളർന്നു വന്നത്. അപ്പോൾ സ്റ്റെല്ല മാരീസ്, ഈ സ്റ്റെല്ല മാരീസ് എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റെല്ല എന്നല്ല, അതിൻ്റെ തുടക്കത്തിൽ അത് സ്റ്റില്ല എന്ന അർത്ഥമാണെന്നാണ് പറയുന്നത്. സ്റ്റില്ല എന്ന വാക്കിൻ്റെ അർത്ഥം തുള്ളി എന്നാണ്. സമുദ്രത്തിലെ തുള്ളി, സമുദ്രത്തിലെ തുള്ളി, തുള്ളികളെല്ലാം ചേർന്ന് സമുദ്രമുണ്ടായതുപോലെ. അത് ലൂയി ഡി മോൺഫോർട്ട് എന്ന ഒരു വിശുദ്ധൻ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ ഭക്തനാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഈ കൃപകളെല്ലാം ഒരുമിച്ച് ചേർത്തതാണ് മറിയം. ദൈവത്തിൻ്റെ കയ്യിലെ കൃപകളെല്ലാം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് മറിയം. God the Father has gathered all the virtues, all the graces. അതിന് പറയുന്ന പേരാണ് മറിയം. അപ്പോൾ ഈ പുണ്യവാളൻ പറയുന്നത്, തുള്ളികളെല്ലാം ചേർന്ന് സമുദ്രമുണ്ടായതുപോലെ കൃപകളെല്ലാം ഇങ്ങനെ കൈക്കുമ്പിളിൽ ചേർത്ത് പിടിച്ചാൽ അതാണ് മറിയം, അതാണ് മറിയം. ഇനി മറ്റൊരു പ്രത്യേകത, ഇന്ന് സുവിശേഷം വായിച്ചു കേട്ടത് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. 3 പേരുടെ പേര് മറിയം എന്നാണ്. സുവിശേഷത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മുടെ മാതാവ് മറിയം, പിന്നെ ആരാം, പിന്നെ 2 മറിയം കൂടി ആ കൂട്ടത്തിലുണ്ട്. കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം കുരിശിൻ ചുവട്ടിൽ നിൽക്കാൻ യോഗ്യതയുള്ള ആളുടെ പേരാണ് മറിയം. കുരിശിൻ ചുവട്ടിൽ നിൽക്കാൻ യോഗ്യതയുള്ള, അപ്പോൾ കുരിശിൻ ചുവട്ടിൽ നിൽക്കണമെങ്കിൽ മറിയമാകണം, മറിയമാകണം. കുരിശിൻ ചുവട്ടിൽ നിൽക്കണമെങ്കിൽ മറിയമാകണം. നമ്മളിപ്പോൾ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അനുസ്മരണമാണല്ലോ, ഈശോയുടെ ബലിയുടെ അനുസ്മരണമാണ് ബലിയർപ്പണം. ഈശോയുടെ കുരിശിലെ ബലിയുടെ അർപ്പണമാണ്, അനുസ്മരണമാണ് ബലിയർപ്പണം. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ സിംബോളിക്കായിട്ട് കുരിശിൻ ചുവട്ടിലല്ല നിൽക്കുന്നത്. അപ്പം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നവരുടെ പേരാണ് മറിയം. പക്ഷെ നമ്മൾ കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയും മനസ്സുകൊണ്ട് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് മറിയമാകാൻ പറ്റുമോ? മറിയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മറിയമാകണം. ഇനി യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്. യോഹന്നാൻ മറിയമല്ല, പക്ഷെ യോഹന്നാന് മറിയമില്ല. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? ഈ മറിയത്തെ യോഹന്നാന് കൊടുത്തു. അപ്പോൾ യോഹന്നാൻ്റെ ഉള്ളിൽ മറിയമുണ്ടായി. നിന്റെ അമ്മ. അതാണ്. അപ്പോൾ അതൊരു ആത്മീയ സന്ദേശമാണത്. കുരിശിൻ ചുവട്ടിൽ നിന്ന് കർത്താവിൻ്റെ ഒപ്പം നിന്ന് ജീവിക്കണമെങ്കിൽ മറിയത്തിൻ്റെ ക്വാളിറ്റി വേണം. വെറുതെ അങ്ങനെ സാധാ ഒരു ഈ മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ കിട്ടിയ പദവി നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് മറിയത്തെ പോലെ നിൽക്കാൻ പറ്റില്ല. ഈ പദവി നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. മാമോദീസയിലൂടെ തന്ന വെള്ളവസ്ത്രം മലിനമാക്കിയ ഒരാൾക്ക് കുരിശിൻ ചുവട്ടിൽ നിൽക്കാൻ പറ്റില്ല. ബലിയർപ്പണം അനുഗ്രഹമാകില്ല. ബലിയുടെ കൂടെ നിൽക്കും, ബലിയൊക്കെ അർപ്പിക്കും, അവിടെയൊക്കെ വന്ന് നിൽക്കും, പക്ഷെ ഒന്നും അനുഭവമാകിയല്ല. വെറുതെ ഇങ്ങനെ ഒരു പോക്ക്, വെറുതെ ഒരു ജീവിതം, അങ്ങനെ ആയിപ്പോവും. ശരിക്കും മറിയമാകണം കുരിശിൻ ചുവട്ടിൽ നിന്ന് കർത്താവിൻ്റെ ബലിയെ അനുസ്മരണം അത് ഉണ്ടാകണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത് നല്ലൊരു തിരുനാളാണ്. ഇങ്ങനെ മാതാവിൻ്റെ പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാവിൻ്റെ പേര് പറഞ്ഞാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ അതിലെ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. എത്ര പ്രാവശ്യമാണ് നമ്മൾ ഉരുവിടുന്നത്? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി തന്നിട്ടുള്ള നാമമാണ് മറിയമേ എന്ന് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ ഒരു പേരാണ്. ഇനി പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അത് അവസാനിക്കുമ്പോൾ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല എന്ന് നമുക്ക് തോന്നും.
മറിയമേ എന്ന് പറഞ്ഞാണ് കരുണയും സ്നേഹവും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ, അങ്ങനെ പറഞ്ഞാണ് അത് അവസാനിക്കുന്നത്. മനസ്സിലായോ? അപ്പം മറിയമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂടുതൽ പ്രാർത്ഥനകളും അവസാനിക്കുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇതിന് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന്, ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിന് തിയോളജിക്കലായിട്ട് വലിയ അടിസ്ഥാനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉള്ളിലേക്കൊരു സന്ദേശം സ്വീകരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു വീട്ടിലൊരു മേരിയുണ്ട്, ജോസഫുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരാണ്. മേരി തയ്യൽക്കാരിയാണ്. അപ്പം മേരി തയ്ച്ചു വെച്ച ഒരു വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി മേരിയുടെ കൂട്ടുകാരത്തി വന്നിട്ട് മേരി മേരി എന്ന് പറഞ്ഞ് വീട്ടുവാതിക്കൽ വന്ന് വിളിക്കുക. അങ്ങനെ വീട്ടുവാതിക്കൽ വന്ന് മേരി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വന്നത് മേരിയല്ല, ജോസഫാണ് വന്നത്. വീട്ടുകാരനാണ് വന്നത്. അതായത് മേരി അകത്ത് പണിയിലാണ്, അടുക്കളയിൽ പണിയില്ല, മേരി അതിൻ്റെ തിരക്കില്ല. അല്ലെങ്കിലും പൊതുവെ വീട്ടിൽ വന്ന് സ്ത്രീകളെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള പുരുഷന്മാരാണ് ഇറങ്ങി വരിക, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, എന്താണ് മകളെ ആവശ്യം? മേരി അകത്ത് പണിയാണല്ലോ. അപ്പോൾ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ ജോസഫ് ആണെങ്കിലും ഈശോ ഉരുവായത് പരിശുദ്ധാത്മാവിലാണ്. അപ്പം ഈശോയുടെ കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ്. അപ്പം മറിയമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുന്ന പ്രാർത്ഥനയാണ്, അതിനുള്ള പേരാണ് മറിയം എന്ന പേര്, പരിശുദ്ധാത്മാ. ഇത് തിയോളജിക്കലി അതിൻ്റെ അടിസ്ഥാനമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ ചുറ്റുപാടുകളിൽ ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ വീട്ടുകാരത്തി വിളിച്ചാൽ ആയിരിക്കില്ല വരുന്നത്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ചില കോണ്ടക്സ്റ്റുകളിൽ വീട്ടുകാരത്തി വിളിച്ച വീട്ടുകാരൻ പുറത്തേക്ക് വരും. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ചാൽ പരിശുദ്ധാത്മാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ശ്രദ്ധയോടെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മാതാവിന് എത്രയോ അധികം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ് അത് ദൈവം തന്ന പേരാണ്. ആ പ്രാർത്ഥന നമുക്ക് സഭയിലൂടെ നൽകപ്പെട്ട ജപമാല പ്രാർത്ഥന, അത് ചൊല്ലുമ്പോൾ നമ്മൾ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ 53 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ 53 പ്രാവശ്യമാണ്. ഇനി കുടുംബത്തിലെല്ലാവരും ചേർന്ന്, ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ചൊല്ലാനായിട്ട് വലിയ ആഗ്രഹം കാണിക്കും. പക്ഷേ 2 ഗണമായിട്ട് കൂട്ടമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അതിൻ്റെ ആദ്യത്തെ പകുതി അത് ഒരുമിച്ച് ചൊല്ലുകയാണെങ്കിൽ എത്രയോ പ്രാവശ്യം മറിയമേ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ എത്രയധികം പരിശുദ്ധാത്മാവ് വരും. ഒറ്റയ്ക്ക് ചൊല്ലണമെന്ന് പലരും വാശി പിടിക്കുമ്പോൾ ഒരുമിച്ച് ചൊല്ലിയാലുള്ള ഇഫക്റ്റ്, കുടുംബത്തിൽ ഒരമ്മ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 4-5 പേര് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലിയാൽ വീട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയില്ലേ? അപ്പം അതിനുള്ള പ്രാർത്ഥനയാണ്, അതിന് നൽകപ്പെട്ട പേരാണ്. ഇനി അപ്പോൾ ഈ തുള്ളികളെല്ലാം ചേർന്ന് അങ്ങനെ സമുദ്രമുണ്ടായതുപോലെ കൃപകളെല്ലാം ചേർന്ന് മറിയമുണ്ടായതുപോലെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ, കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ, അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ഈ മേരി എന്ന നാമത്തിൻ്റെ തിരുനാളിൽ ദൈവം നമ്മളൊത്തിരി അനുഗ്രഹിക്കട്ടെ. മാതാവിനോട് ചേർന്ന്
മറിയത്തെപ്പോലെയായി കുരിശിൻ ചുവട്ടിൽ നിന്നുള്ള നല്ല ജീവിതം നയിക്കുവാനും, അതുപോലെ മറിയമെന്ന പേര് വിളിച്ച് 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 പരിശുദ്ധാത്മാവിൽ നിറയാനും ദൈവം നമ്മളൊത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.